വഖഫ് ബിൽ രാജ്യസഭയിൽ കൂടി പാസ്സാവുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം തീരദേശവാസികൾ. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്നലെ പാർലമെന്റിലടക്കം ലോക്സഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുനമ്പത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞാണ് കിരൺ റിജിജു അടക്കം സംസാരിക്കുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയും പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ വഖഫ് ബിൽ എന്നതൊക്കെ പാർലമെന്റിൽ അദ്ദേഹം ലോക്സഭയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷയറ്റ് ഇത്രയേറെ നാളുകളായി സമരത്തിലിരിക്കുന്ന ഈ മുനമ്പം വാസികൾക്ക് ഈ പാർലമെന്റിലെ പരാമർശമൊക്കെ എത്രത്തോളം ആശ്വാസമാവുന്നുണ്ട്? ഇന്നിപ്പോൾ രാജ്യസഭ കൂടി കടന്നാൽ അവരുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? ശ്രീജ, വലിയ പ്രതീക്ഷയിലാണ് അവർ. ഇന്നലെ ബില്ല് പാസ്സായതോടുകൂടി ഇന്നലെ വൈകുന്നേരം വലിയ ആഘോഷം, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ ആഘോഷമുണ്ടായിരുന്നു. ഇന്നുമൊക്കെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അവർ. ഇന്ന് 173 ദിവസത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള ഈ സമരത്തിലും അല്ലെങ്കിൽ ഇവരുടെ വിജയം കൈവരിക്കുന്നത് വരെയുള്ള ഒരു പ്രചോദനമായി തന്നെ ഇന്നലെ നടന്ന ഈ ബില്ല് പാസ്സാക്കലിനെ ഇവർ കണക്കാക്കുന്നുണ്ട്. നമുക്ക് ഞാനിപ്പോൾ മുനമ്പത്ത് തന്നെയാണുള്ളത്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഫാദർ, വലിയ സന്തോഷത്തിലാണ് നിങ്ങൾ. ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബില്ല് പാസ്സായത്. ഇന്നലെ നിങ്ങളുടെ മുനമ്പൻ നിവാസികളുടെ പ്രശ്നങ്ങൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ആദ്യമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ വരികയും അതിനുശേഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസ്സാകുമെന്ന് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നപ്പോഴാണ് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഏപ്രിൽ 2 തീയതി ഇത് പാസ്സായപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകുകയാണ്. നമുക്കറിയാവുന്ന പോലെ 173 ദിവസങ്ങളാണ് നിരാഹാര സമരം ആരംഭിച്ച്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. രാജ്യസഭയിലും കൂടി പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് തന്നെയല്ലേ വരിക? തീർച്ചയായിട്ടും ഇത് പാസ്സായി കഴിഞ്ഞെങ്കിൽ ഞങ്ങളത് ഇത് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നിയമപരമായിട്ട് ഞങ്ങൾ പോവുകയും ഇത് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ഇതിന്റെ കേരളത്തിൽ നിന്നുള്ള എംപിമാര് അവിടെ ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ വന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർ അവിടെ പോയിട്ട് നിങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് എല്ലാ സപ്പോർട്ടും ലഭിക്കാൻ വേണ്ടിയാണ് കേരള കത്തോലിക്ക സഭ ഒരുമിച്ച് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് KCBCയും അതോടൊപ്പം തന്നെ ഇന്ത്യ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ലെറ്റർ അയക്കുകയും ചെയ്തു. ഇവിടെ കേരളത്തിലെ എല്ലാ എംപിമാർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം. 610 കുടുംബങ്ങളുടെ അവസ്ഥ അറിയാം. എന്നിട്ടും അവരുടേതായ നിലപാടുകൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ജനമാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാവരും കാണുന്ന ഒരു ചർച്ചയായിരുന്നു. അവരെന്താണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടി നിലപാട് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പഴയ നിയമത്തിലുള്ള സെക്ഷൻ 40 ഒക്കെയാണ് ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങളെ ഈ സ്ഥലം വഖഫ് ബോർഡ് അവരുടെ ആസ്തിപ്പട്ടിയിൽ ചേർത്തത് തന്നെ. അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിപ്പോൾ അതിപ്പോൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തടസ്സങ്ങളായിട്ട് ആര് നിൽക്കുകയാണെങ്കിലും അത് അവരെ ജനം മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമരസമിതിയുടെ കൺവീനർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്, അതോ ഇത് അവസാനത്തെ വിധി വരുന്നത് വരെ? അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ 2019 വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്, ഞങ്ങളുടെ ഈ ചെറിയൊരു ഗ്രാമത്തിലെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങൾ കഴിച്ചുകൂട്ടിയത്. ഇപ്പോൾ ആ ബില്ല് ലോക്സഭയിൽ പാസ്സായി ഈ നിമിഷം വരെ. കാരണം ഞങ്ങൾ ആരും തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ അത്ര തീവ്രമായ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ നിന്നും ഞങ്ങൾക്ക് മലയാളികളുടെ MPമാരായിട്ടുള്ള 28 പേരുണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം 3 വർഷവും 3 മാസവുമായി പല വാഗ്ദാനങ്ങൾ പലരും പറഞ്ഞിരുന്നെങ്കിലും ഒരു ബദൽ സംവിധാനം, അവർ പറയുന്നത് പോലെ 28 MPമാർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ജനത്തെ, ഇവിടുത്തെ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് ഒരു സംവിധാനം അവർക്ക് പാർലമെന്റിൽ എത്തിക്കാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരെത്തിച്ചില്ലെങ്കിലും ഇന്നലെ പാർലമെന്റ് ലോക്സഭയിൽ ഈ ചെറിയ ഗ്രാമത്തിന്റെ രോദനം അവിടെ വലിയ രീതിയിൽ മുഴങ്ങിക്കേൾക്കുകയുണ്ടായി. അതായത് കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും അതേപോലെ കുര്യൻ ജോർജ് സാറും സുരേഷ് ഗോപി സാറുമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അവിടെ വാദങ്ങൾ ഉന്നയിച്ചു. അതിലെ ഈ തീരദേശവാസികൾ അവരെ നെഞ്ചോട് ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ നീട്ടിക്കൊണ്ടുപോയവരെ ഞങ്ങളുടെ മനസ്സുകളിൽ അവരോടുള്ള വേദന എന്നും ഉണ്ടായിരിക്കും എന്നും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്.
നിങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു. ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ BJP ഇവിടെ മുതലെടുപ്പ് നടത്തുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു സർക്കാരും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമൊക്കെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഈ ഒരു സമരത്തെ പൊളിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ ഈ ബില്ല് പാസ്സാകുമ്പോൾ അവർക്കുള്ള മറുപടി കൂടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ മുനമ്പം ജനത നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, സാമൂഹ്യ ബോധമുള്ള എല്ലാ ആളുകളും ഒരു പ്രത്യേക വിഭാഗത്തിനെ, അതായത് ഞാൻ പ്രത്യേക വിഭാഗത്തിനെ എന്ന് പറയുന്നത് ഏത് രീതിയിലും സ്വാധീനം ചെലുത്തി ജുഡീഷ്യറിയെ പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗം, ഞാൻ പറയുന്നത് മുസ്ലിം വിഭാഗമല്ല. ഇന്നലെ ഇവിടെ സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. പാർലമെന്റിന്റെ ഫ്രണ്ടിൽ ആദ്യമായി ലോക്സഭയുടെ ഫ്രണ്ടിൽ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ലഡു വിതരണം ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ഈ വഖഫിന്റെ ഈ ദുർസ്വഭാവം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒത്തിരി മുസ്ലിം കുടുംബങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങളെപ്പോ ഇവിടുത്തെ ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ, അതായത് നോട്ടീസ് പോലും കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രോപ്പർട്ടി വഖഫാണെന്ന് പറയുന്ന ഒരു നിയമത്തെ മാറ്റേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് യോജിച്ച രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. മുനമ്പം നിവാസികൾ എന്തായാലും പ്രതീക്ഷയിലാണ്. ഇന്നത്തെ ദിവസം രാജ്യസഭയിൽ കൂടി ഈ ബിൽ പാസ്സാകുമെന്നും അങ്ങനെ വന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നുമാണ് മുനമ്പം നിവാസികൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ ഉണ്ടായ പരാമർശങ്ങളിലും അവരേറെ സന്തോഷവാന്മാരാണ്. തങ്ങളുടെ ശബ്ദം അവിടെ കേട്ടു എന്നതാണ് അവർ ഇന്ന് രാവിലെ ഇപ്പോൾ നവമിയോട് പറയുന്നത്. നവമി ദിനേശാണ് മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.